ചേട്ടാ, കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട വിഷയം പോലീസിൻ്റെ അതിക്രമങ്ങളാണ്. സ്റ്റേഷനകത്തും പുറത്തുമൊക്കെ മൂന്നാം മുറ പ്രയോഗിക്കുന്ന ക്രിമിനലുകളായിട്ടുള്ള പോലീസുകാരുടെ ചിത്രങ്ങൾ നമ്മൾ കാണുകയാണ്. അതിലേറ്റവും നമ്മളെ ദുഃഖപ്പെടുത്തിയ ഒരു സംഭവം ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയെ മോഷ്ടാവാക്കാൻ വേണ്ടി പോലീസ് നടത്തിയ ആ ഒരു നാടകമാണ്. എന്തായാലും പോലീസിൻ്റെ സർവ്വ കള്ളക്കളികളും പൊളിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വരുന്നു. ശരിക്കും എന്താണ് പോലീസ് ഇങ്ങനൊരു കുബുദ്ധി കാണിക്കാനുണ്ടായ ഒരു കാരണം എന്താണ്? ശരിക്കും ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന സത്യാവസ്ഥ എന്താണ്? എങ്ങനെയാണ് ഈ ഒരു മാല പോയത്? അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതായത് പോലീസ് ഈ കേസ് അവസാനിപ്പിച്ചിരിക്കുന്നത് തന്നെ ചവറുകൂനയിൽ നിന്ന് ഈ മാല കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് കേസ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് മോഷ്ടിച്ചിട്ട് ആരോ ആ ചവറുകൂനയിൽ കൊണ്ടിട്ടു എന്നാണ്. അത് അങ്ങനെ എഴുതി വെക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ബിന്ദുവിനെ വീണ്ടും അതിനകത്ത് സംശയിക്കാവുന്ന തരത്തിലേക്ക് മോഷ്ടാവുണ്ട് എന്ന് പറയുകയാണ്. ഏപ്രിൽ 19 ഇവര് മാല പോയി എന്ന് പറഞ്ഞിട്ട് 18 ഗ്രാമാണ്. 18 ഗ്രാം സ്വർണ്ണമാലയും കുരിശിന്റെ മിന്നും ഏപ്രിൽ 19 മുതൽ കാണുന്നില്ല. അത് മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഓമന ഡാനിയൽ, പേരൂർക്കട NCC നഗർ ബദേൽ വീട്ടിൽ ഓമന ഡാനിയൽ ഇത് കാണുന്നില്ല എന്ന് മകളെ വിളിച്ചറിയിക്കുന്നു നിഷ. അപ്പോൾ നിഷ പറഞ്ഞു പോലീസിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു. ഓമന ഡാനിയലാണ് പരാതിക്കാരി ഓമന ഡാനിയലാണ് പരാതിക്കാരി. അതായത് അന്വേഷിക്കുന്നില്ല, ഇത് എവിടെ പോയെന്നറിയാൻ വയ്യ. നേരെ അതുവരെ വീട്ടുജോലിക്ക് നിന്ന ബിന്ദുവാണ് എടുത്തത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ബിന്ദുവാണ് മോഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. നെടുമങ്ങാട് സ്വദേശിയായ ബിന്ദു ഇത് മോഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ആ സമയത്തൊരു ജോലി കഴിഞ്ഞിട്ട് വൈകിട്ട് നിൽക്കുന്ന സമയത്താണ് പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോകുന്നു. ഈ പരാതി കിട്ടിയ ഉടനെ തന്നെ പോലീസ് ചാടി ഇറങ്ങി. കാരണം പിടികിട്ടാ പുള്ളിയാണല്ലോ ബിന്ദു, ഒരുപാട് കേസുകളുള്ള ആളാണല്ലോ. അയാളെ പിടിച്ചകത്തിട്ടിട്ട് വേണം, അവരെ പിടിച്ചകത്തിട്ടിട്ട് വേണം. എപ്പോഴും അങ്ങനെയാണല്ലോ, കുറ്റവാളികൾ കറങ്ങി നടക്കുമ്പോൾ അതെ ഇങ്ങനെയുള്ള ആളുകളെ പിടിക്കാൻ പോലീസിന് വല്ലാത്തൊരു ശുഷ്കാന്തിയാണ്. എന്തായാലും ഇവരെ കൊണ്ടുപോയി പോലീസിന്റെ ഒരു രീതി അറിയാം, സ്റ്റേഷനിൽ കയറിയിട്ടുള്ള ആളുകൾക്കറിയാം. പോലീസ് എന്ന് പറയുന്നത് ഫോൺ വാങ്ങിച്ചു വെച്ച് വീട്ടുകാരെ ബന്ധപ്പെടാൻ സമ്മതിച്ചില്ല. അങ്ങനെയാണ് പോലീസ് സാധാരണ ചെയ്യുന്നത്. ഇവർക്ക് ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും ഇവർക്ക് കൊടുത്തില്ല. അപ്പോൾ ഇവരെ അവിടെ പിടിച്ചു നിർത്തി. നമ്മൾ ആ വാർത്തയിലൊക്കെ അവർ പിന്നീട് പറഞ്ഞു. പക്ഷെ അവരുടെ ഒരു ധൈര്യം നമുക്ക് സമ്മതിക്കാതെ പോയി. അവർ ഏതറ്റം വരെയും പോരാടാൻ, വേറെ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെയൊന്നും മുന്നോട്ട് വരില്ല. പക്ഷെ അവർ ചെയ്യാത്ത ഒരു കുറ്റത്തിന് പോലീസ് സ്റ്റേഷനിൽ കയറുകയും അവരുടെ മക്കളെ മുന്നിൽ പോലും അപമാനിതയാകേണ്ടി വരികയും ചെയ്തു എന്നുള്ള ആ സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തതാണ്. ഒരു സാധാരണ എന്തിനാണ് പോലീസ് സംവിധാനം എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന സാധാരണക്കാർക്ക് അഭയമേകുന്ന ഒരു സംവിധാനമാണ് പോലീസ്. പക്ഷെ അവിടെ നമ്മൾ വാദിയായാലും പ്രതിയായാലും ചെന്ന് കയറാൻ പലരും മടിക്കും, പേടിക്കും. ഇപ്പോഴും ആ പേടി ആളുകൾക്കുണ്ട്. കാരണം പരാതിയായിട്ട് ചെല്ലാൻ പോലും ആളുകൾക്ക് പേടിയാണ്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ സിസ്റ്റത്തിനെ മാറ്റിയെടുത്തിരിക്കുന്നു. എന്തായാലും ഇവരെ അവിടെ പിടിച്ചു നിർത്തി. വീട്ടിൽ ആരെങ്കിലും വിളിക്കാം, ഭർത്താവ് ജോലിക്ക് ഇറങ്ങിപ്പോയ ആളാണ്, അവരെ കാണുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഇവർ അന്വേഷിച്ചിറങ്ങി. ഭർത്താവ് പ്രദീപും 2 മക്കളും അന്വേഷിച്ചിറങ്ങുന്നു. അങ്ങനെ അവരന്വേഷിച്ച് ഇറങ്ങുന്നു. അതിനിടയ്ക്ക് ഇവരെയും കൊണ്ടിട്ട് തെളിവെടുപ്പിനായിട്ട് പിന്നെ ഇവരുടെ വീട്ടിലേക്ക് പോകുന്നു, ബിന്ദുവിൻ്റെ വീട്ടിലേക്ക്. അവിടെ ചെല്ലുമ്പോഴാണ് അവരറിയുന്നത് ഇങ്ങനെ അമ്മ പോലീസ് കസ്റ്റഡിയിലാണെന്ന്. ആ സമയത്താണ്. അപ്പോൾ തെളിവെടുപ്പിന് കൊണ്ട് ചെല്ലുകയാണ്. വീട് മുഴുവൻ കുത്തി തുറക്കുന്നു. ഇവർ ലൈഫ് മിഷനിൽ കിട്ടിയ വീടാണ്. അപ്പോൾ ലൈഫ് മിഷനിൽ കിട്ടിയ വീട് ഇവർ പണി പൂർത്തിയാക്കിയത് തന്നെ ഇവരുടെ ഈ വീട്ടുജോലിക്ക് പോയി കിട്ടുന്ന വരുമാനം കൊണ്ടാണ്. ലൈഫ് മിഷനിൽ നിന്ന് കിട്ടുന്ന ഒരു തുകയുണ്ട്, ചെറിയ. അപ്പൊ ബാക്കി തുക അവര് കിട്ടുന്ന തുക അങ്ങനെ സമാഹരിച്ചാണ് ആ വീട് പൂർത്തിയാക്കിയത്. അവർക്ക് വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ വീട്ടിൽ 2 അലമാര വേണം, 1 അലമാര വേണം, 2 കട്ടിൽ വേണം. അങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളായിരുന്നു ബിന്ദുവിനുണ്ടായത്. പക്ഷെ അതെല്ലാം ആ ദിവസം തീരുകയാണ്. കാരണം അവരുടെ ജീവിതത്തിലേക്കൊരു മുദ്ര ചാർത്തപ്പെടുന്നു, കള്ളി എന്നുള്ള മുദ്ര. അവർ പറയുന്ന ഒരു കാര്യം, മക്കളുടെ മുന്നിൽ വെച്ച് 2 പോലീസുകാർ കള്ളി എന്ന് വിളിച്ചു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു കുറ്റം ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതവർക്കുണ്ടാക്കുന്ന മനോവേദന, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ അനുഭവിച്ച കൊടിയ മാനസിക പീഡനം, വെള്ളം ചോദിച്ചാൽ വെള്ളം കൊടുക്കാതിരിക്കുക, ആ തരത്തിലേക്കുള്ള ആവശ്യപ്പെട്ടപ്പോൾ ശുചിമുറിയിൽ നിന്നും വെള്ളമെടുത്ത് കുടിക്കാൻ പറയുക, അത്തരം കൊടിയ പീഡനങ്ങളാണ് അവർ നേരിട്ടത്. ആ 20 മണിക്കൂറാണ് ആ സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കുറ്റവും ചെയ്യാതെ കഴിയേണ്ടി വന്നത്. അതിനിടയ്ക്ക് ആ SHO വരുന്നു, ശിവകുമാർ. പക്ഷേ ശിവകുമാർ വാദിച്ച് ഞാനിതൊന്നും അറിഞ്ഞില്ല എന്നൊക്കെയാണ് വാദിച്ചത്. പക്ഷേ CCTV ദൃശ്യങ്ങളുണ്ട്, SHO ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ള റിപ്പോർട്ട്. ഇപ്പോൾ ഇത് പുറത്തു വരാൻ കാരണവും അതാണ്. ആ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് DYSP വിദ്യാധരൻ, പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് DYSP ആണ്.
അദ്ദേഹത്തിന് അന്വേഷണ ചുമതല. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ സാധാരണ ഇത്തരം റിപ്പോർട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ പോലീസിന് അനുകൂലമായിട്ട് എങ്ങനെയും എഴുതുക എന്നുള്ള രീതിയിലാണ്. അത് അവരുടെ ഒരു രീതിയാണ്. പോലീസിന് മറ്റു വിഭാഗം തന്നെയാണല്ലോ, പോലീസിന്റെ ഒരു വർഗസ്നേഹമുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാതായി. കാരണം പഴയതുപോലല്ല, ഈ CCTV ദൃശ്യങ്ങളൊക്കെ ഇവർക്ക് എതിരാണ്. ശിവകുമാർ ഇവരെ ചോദ്യം ചെയ്ത് ബിന്ദുവിനെ ചോദ്യം ചെയ്യുന്നതൊക്കെ ദൃശ്യങ്ങളിലുണ്ട്. അപ്പൊ ശിവകുമാറിനെ സ്ഥലം മാറ്റുകയും മറ്റേ 2 പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഒന്ന് പ്രസാദ് ബാബു SI ആണ്, അതുപോലെ തന്നെ പ്രസന്നകുമാർ ASI പ്രസന്നകുമാർ, SI പ്രസാദ് ബാബു, ഇവർ രണ്ടുപേരും സസ്പെൻഡ്. പ്രസന്നകുമാറാണ് ഏറ്റവും കൂടുതൽ തന്നെ ഉപദ്രവിച്ചത്, അത് മാനസികം ഉപദ്രവിച്ചത് എന്ന് ബിന്ദു പറയുന്നുണ്ട്. അവർ പറഞ്ഞൊരു കാര്യം, 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഒഴികെ ബാക്കി എല്ലാവരും അവര് മാനസികമായി തളർത്തുകയും ഒക്കെ. കാരണം ഒരു മോഷ്ടാവിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇവര് അങ്ങനെ ആ പോലീസിന്റെ ഒരു രീതി അങ്ങനെയാണല്ലോ. പോലീസിന്റെ ഏറ്റവും ഒരു ദുഃഖകരമായ ഒരു വസ്തുത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുരോഗമന ചിന്തയിലൊക്കെ നിൽക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ പോലും, നമ്മൾ ഈ കാലങ്ങൾ എത്ര മുന്നോട്ട് പോയെന്ന് പറഞ്ഞാലും വീട്ടുജോലിക്കാരിയായിട്ട് നിൽക്കുന്ന ഒരു യുവതിയായിരിക്കും മോഷ്ടാവ് എന്ന് ചിത്രീകരിക്കാനുള്ള ഒരു വ്യഗ്രത അവർക്ക് അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ ആദ്യം സാധാരണഗതിയിൽ പോലീസ് ഇവരുടെ ഒരു ഹിസ്റ്ററി പരിശോധിക്കും. ഇവർക്ക് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാണ് ഇവർ ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന തരത്തിലേക്ക്. ചിലപ്പോഴൊക്കെ ഈ പറഞ്ഞ കണക്ക് മോഷണം പോയി എന്ന് പറയുന്ന വീടും സെർച്ച് ചെയ്യുന്ന അതുണ്ടായില്ല, ഒന്നും ചെയ്യുന്നില്ല. അതാണ് ബിന്ദു പറയുന്നത്. ഇവരൊന്നും അന്വേഷിക്കാൻ മെനക്കെടുന്നില്ല, നേരെ ബിന്ദുവിന്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. ഇവര് തന്നെയാണ് മോഷ്ടാവ് എന്ന് ഉറപ്പിക്കുകയാണ്. അതാ ബിന്ദു പറയുന്നത്. പരാതിക്കാരി പ്രതി ഇവരാണെന്ന് പറയുന്നു, പോലീസ് വെള്ളം തൊടാതെ വിഴുങ്ങുന്നു, അല്ലെങ്കിൽ അതിന് കൂട്ടു നിൽക്കുന്നു. ഒന്നെങ്കിൽ ആ വീട്ടിൽ ചെന്ന് നിങ്ങൾ അവിടെ നിന്ന് തിരക്കി നോക്കുന്നോ, അല്ലെങ്കിൽ ആ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുകയോ, അതൊന്നും ചെയ്യുന്നില്ല. ഈ മാല എടുത്തെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് മാല കിട്ടണ്ടേ, അല്ലെങ്കിൽ ഇവർ പറയണ്ടേ ഞാൻ മാല എടുത്തതാണ്ട്. ഏത് പ്രതിയാണെങ്കിലും അത് സമ്മതിക്കുമല്ലോ. ഇത് സ്വാഭാവികമായ ഒരു നടപടിയല്ലേ. ഒരു ക്രൈം നടക്കുമ്പോൾ, അത് മോഷണമാണെങ്കിലും എവിടെ വെച്ച് പോയി, അല്ലെങ്കിൽ ഏത് മുറിയിൽ സൂക്ഷിച്ചു എന്നൊക്കെ ഒന്ന് കണ്ടറിയാനുള്ള ഒരു ഉത്തരവാദിത്തം പോലും കാണിച്ചില്ല കാണിച്ചില്ല. ഇവര് മോഷ്ടാവാണെന്ന് ഉറപ്പിക്കുകയാണ്. ഉറപ്പിച്ചിട്ട് വീട്ടിൽ കൊണ്ട് ചെല്ലുന്നു, തെളിവെടുപ്പ് നടത്തുന്നു, അലമാര കുത്തി തുറക്കുന്നു, അതെല്ലാം വാരി വലിച്ചിടുന്നു, ഒന്നും കിട്ടുന്നില്ല. അങ്ങനെയാണ് പിറ്റേന്ന് ഓമന ഡാനിയൽ അറിയിക്കുകയാണ് ഈ മാല കിട്ടി എന്ന് പറയുമ്പോഴും അവരവിടെ കിടക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ. ബിന്ദു മാല കിട്ടി എന്നുള്ളത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ബിന്ദുവിനെ അറിയിക്കുന്നില്ല. പകരം ഇവരെ ഭീഷണിപ്പെടുത്തി പേരൂർക്കടയിൽ കണ്ടുപോകരുത് എന്ന് പറഞ്ഞാൽ, അതായത് അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് വീട്ടു ജോലിക്ക് പോയിട്ട് കിട്ടുന്നതാണ് അവരുടെ ഉപജീവന മാർഗം. അത് മുടക്കി, അതായത് ഈ രാജ്യത്ത് ഒരാൾക്ക് എത്ര ഗൗരവതരമായൊരു കുറ്റമാണെന്ന് ഓർക്കണം. തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന പോലീസിന്റെ ഗുണ്ടായിസം. നമുക്കൊരാളുടെ തൊഴിലൊന്നും വരുമാനത്തെ മുടക്കാൻ അവകാശമില്ല. ഇപ്പം അയാളൊരു കേസിലെ പ്രതിയായിരിക്കാം, മറ്റേതായാൽ പോലും അയാളുടെ ജോലിയെ നമുക്കൊരിക്കലും മുടക്കാൻ പോലീസിന് അവകാശമില്ല. അതേതെങ്കിലും കോടതി അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനത്തിലോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ഉടമയോ ഒക്കെ ആണല്ലോ ബന്ധപ്പെട്ടവരാണ് തീരുമാനിക്കേണ്ടത്. പോലീസ് ഭീഷണിപ്പെടുത്തി ഇവിടെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ദയയിലാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അവർക്ക് അത് വലിയ മാനഹാനി ഉണ്ടാക്കി. 20 മണിക്കൂർ അവർ കള്ളിയായിട്ട് ആ പോലീസിന്റെ മുമ്പിൽ തലതാഴ്ത്തിക്കേണ്ടി വന്നു, വീട്ടുകാരുടെ മുമ്പിൽ തലതാഴ്ത്തിക്കേണ്ടി വന്നു. അവർ ആ പോരാട്ടം ഏറ്റെടുത്തു. ബിന്ദു യഥാർത്ഥത്തിൽ ഒരു ഹീറോയിനാണ്. നമുക്ക് തീർച്ചയായിട്ടും അവരെ ഓർത്ത് അഭിമാനിക്കണം. അവർ പറയുന്ന ഒരു കാര്യം, ജാതിയുടെയും നിറത്തിന്റെ തൊലിയുടെ നിറവും ഒക്കെ നോക്കിയിട്ട് പോലീസ് തീരുമാനിക്കുകയാണ് ബിന്ദുവാണ് കള്ളി. പല ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, കണ്ടപ്പോൾ അവർക്ക് അങ്ങനെ തോന്നിക്കാണും. നമ്മുടെ ഈ സമൂഹത്തിന്റെ ഒരു മാനസിക രോഗം ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ്. പോലീസിന് പോലും മാറിയിട്ടില്ല. തൊലി കറുത്ത ഒരാളെ കണ്ടാൽ, അല്ലെങ്കിൽ എന്താ പറയുക, ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു വേഷവിധാനം കണ്ടാൽ ഉടനെ ഇയാള് ഇങ്ങനെ ചെയ്യുന്ന ആളാണെന്ന് തീരുമാനിക്കുകയാണ്. അപ്പൊ അവർ പറയുന്ന ഒരു കാര്യം, അവർ ഇപ്പോഴും ജോലിക്ക് പോയിട്ടില്ല. അവര് 4 മാസമായിട്ട് അവർ ജോലിക്ക് പോയിട്ടില്ല. ആ മാനസിക പ്രയാസം അവർ മറികടന്നാൽ പോലും നമ്മുടെ സമൂഹത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു മോഷ്ടാവ് ചിത്രീകരിക്കുന്ന ഒരാൾ, അയാൾ നിരപരാധിയാണെന്ന് അറിഞ്ഞാൽ പോലും സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിൽ ഇത് അംഗീകരിക്കാൻ ഒരു മടിയുണ്ട്. പിന്നെ ആരൊക്കെ ഇനി ഈ ജോലിയിൽ ഇവരെ നിർത്തിക്കൊണ്ട് പോകും എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. ചേട്ടൻ പറഞ്ഞ കണക്ക് തന്നെ ഈ ആജീവനാന്തമായിട്ട് അവരുടെ ഒരു ഉപജീവനം പോലും ഇല്ലാതാക്കുന്ന ഒരു വലിയ കുറ്റമാണ് പോലീസ് ചെയ്തത്. അപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ക്രൈംബ്രാഞ്ച് വന്നപ്പോഴാണ് ഓമന ഡാനിയൽ പറയുന്നത്, ഓമന ഡാനിയലിന് മറവി രോഗമുണ്ട്. മറവി രോഗമൊക്കെ വാർദ്ധക്യത്തിലൊക്കെ ഉണ്ടാകും. പക്ഷെ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ജീവിതം
ഇല്ലാതാക്കുന്ന തരത്തിലുള്ള മറവി രോഗം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഓമന ഡാനിയലിനെ അല്ല എന്തൊക്കെ വഴികളുണ്ട് ഈ പറഞ്ഞ അവർക്ക് അവരുടെ മക്കളുടെ എങ്കിലും ഒരു സമൂഹ മാധ്യമ അക്കൗണ്ടിൽ വന്ന് ഇങ്ങനെ പറയുകയാണെങ്കിൽ പോലീസ് പറയുന്നതിനെക്കാട്ടി 100 ഇരട്ടി ആൾക്കാരത് വിശ്വസിക്കും. അതിന് പോലും തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരിത് മറവി രോഗം ഇത് എല്ലാ ദിവസവും വെക്കുന്ന കട്ടിലിനടിയിലോ മറ്റോ ആണ് ഈ സ്വർണ്ണം എല്ലാം കൂടെ കൊണ്ടുവയ്ക്കുന്നത്. അന്നത്തെ ദിവസം പക്ഷേ ഇത് സോഫയുടെ അടിയിലായിപ്പോയി. ഇത് ഓർക്കുന്നില്ല എവിടെ വെച്ചെന്നുള്ളത്. അപ്പോൾ അന്ന് ഈ 19-ാം തീയതി കാണാതാകുന്നു. 19-ാം തീയതി വരെയാണ് ബിന്ദു അവിടെ ജോലിക്ക് പോയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബിന്ദു പിന്നെ വരുന്നില്ലല്ലോ. 23-നാണ് പരാതി കൊടുക്കുന്നത്. ബിന്ദുവാണ് മോഷ്ടിച്ചതെന്ന് ഓമന ഡാനിയൽ ഉറപ്പിക്കുന്നു. മകളെ വിളിച്ചു വെച്ചോ, മകളും പറഞ്ഞു, മകൾ നിഷയും പറഞ്ഞു ആ ബിന്ദുവിന്റെ പേര് വെച്ച് കൊടുത്തോളാൻ പറഞ്ഞു. എന്നാൽ ആ മകൾക്ക് പറയാം അമ്മ അവിടെയൊക്കെ നോക്ക്, എന്നാൽ ആ മകൾക്ക് പറഞ്ഞു കൊടുക്കാം. അവിടെയൊക്കെ നോക്കിയിട്ട് നമ്മളങ്ങനെയാണല്ലോ, നമ്മളൊരു സാധനം കണ്ടില്ലെങ്കിൽ നമ്മൾ അവിടെയൊക്കെ നോക്കും. അല്ലാതെ നമ്മുടെ വീട്ടിൽ വന്ന് ആരെങ്കിലും പിടിച്ച് അവൻ ഇന്ന് ചായ കുടിക്കാൻ വന്നു അപ്പോൾ അവനെ അടിച്ചുകൊണ്ട് പോയെന്ന് നമ്മൾ പറയത്തില്ല. നമ്മളൊരു കളഞ്ഞു പോയിട്ടെങ്കിൽ നമ്മളവിടെ നോക്കും. അപ്പോൾ ഇത് ക്രൈംബ്രാഞ്ച് വന്നപ്പോൾ പോലീസിനോട് പോലീസ് യഥാർത്ഥത്തിൽ കഥ ഉണ്ടാക്കുകയാണ്. ഇത് ചവറ്റുകുട്ടയിൽ കൂനയിൽ നിന്ന് കിട്ടി തിരക്കഥാകൃത്തുകളാണ്. അതെ, ഒരു കഥ ഉണ്ടാക്കി മെനഞ്ഞ് ആ കഥയിൽ ഇങ്ങനെ വെച്ചത് അവസാനിപ്പിച്ച് വിട്ടിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് വന്നപ്പോൾ ഓമന ഡാനിയലും മകളും സത്യം പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവിച്ചത്. അതെന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് വെച്ചാൽ പോലീസ് സമ്മതിച്ചില്ല. നേരത്തെ പറയാഞ്ഞത് പോലീസ് അനുവദിച്ചില്ല എന്നുള്ളതാണ്. പേരൂർക്കട പോലീസ് അനുവദിച്ചില്ല. ഈ ശിവകുമാറിനെ സ്ഥലം മാറ്റി, മറ്റേ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ 12-ാം തീയതി ഈ ഇവരുടെ കേസ് നെടുമങ്ങാട് കോടതിയിൽ വിളിക്കുന്നുണ്ട്. ഈ വരുന്ന 12-ാം തീയതി പട്ടികജാതി വർഗ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ആ കേസ് എടുത്തിരിക്കുന്നത്. ഈ പോലീസ് അവമാനിച്ച പോലീസുകാർ, അതുപോലെ തന്നെ ഓമന, മകൾ നിഷ, ഇവർക്കെതിരെയാണ് ബിന്ദു കേസ് നൽകിയത്. 12-ാം തീയതി നെടുമങ്ങാട് കോടതിയിൽ വാദം കേൾക്കും അത്. അപ്പോൾ ഈ ഓമനയും മകളെ ഒന്നും വെറുതെ വിടാനും ബിന്ദു ഉദ്ദേശിക്കുന്നില്ല. ഓമനയും മകളെ തുടക്കത്തിൽ നമ്മൾ അറിയാം, വാർത്ത വരുമ്പോൾ ആരാണ് പരാതിക്കാരി എന്നുള്ള പേര് പോലും മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അത് പോലീസ് കൊടുത്തെങ്കിലല്ലേ വരുള്ളൂ. പോലീസ് അതുപോലും കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ബിന്ദുവിന്റെ പേര് വരുന്നു, ബിന്ദുവിനെ ഇങ്ങനെ അത് ബിന്ദു എന്ന് പറയുമ്പോഴാണല്ലോ നമ്മളറിയുന്നത്. ബിന്ദുവിനൊപ്പം കുറേ അധികം നല്ല മനുഷ്യർ ചേരുന്നു, പരാതി കൊടുക്കാൻ തയ്യാറാകുന്നു, ബിന്ദുവിന് സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നു. അപ്പോഴും പലരും ഇത് കണ്ടില്ല എന്ന് നടിച്ചു. ആ സമയത്ത് പലരും ബിന്ദുവിന്റെ പരാതി കേൾക്കാതെ പോയ ആളുകളുണ്ട്. എന്തായാലും ഓമന ഡാനിയലും നിഷയും കാണിച്ചത് വലിയ ക്രൂരതയാണ്. ഒരു സ്ത്രീയോട് വീട്ടുജോലി, അവരുടെ എച്ചിൽ പാത്രം കഴുകിയ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയോടാണ് പണത്തിന്റെ ഹുങ്ക് കാട്ടുന്നത്. 2 പെൺമക്കളടക്കമുള്ള കുടുംബത്തിനെ വേണ്ടി വീട്ടുജോലി ചെയ്യുന്ന ഒരു അമ്മയാണ് ആ സ്ത്രീ. പക്ഷേ ആത്മാഭിമാനമുള്ള സ്ത്രീയാണ്. ഈ ഓമന ഡാനിയലിനേക്കാളും നിഷയേക്കാളും ഒക്കെ, പിന്നെ ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരെക്കാളും ആത്മാഭിമാനം എന്ന് പറയുന്നത് ഉയർത്തിപ്പിടിച്ച ഒരു സ്ത്രീയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ പോരാട്ടം, പോലീസിനെതിരെയൊക്കെ പോരാടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പോലീസിനെതിരെ പോരാടാൻ പോയി കഴിഞ്ഞാൽ അതൊരു ഗ്രൗണ്ട് സപ്പോർട്ടുള്ള ആൾക്കാർക്ക് പോലും ബുദ്ധിമുട്ടാണ് ഈ കാലത്ത്. സുജിത്തിന്റെ പോലും വന്നത് ആ നിരന്തരം വിവരാവകാശ കമ്മീഷനിൽ പിന്നെ കയറി ഇറങ്ങി ആ ദൃശ്യങ്ങളുള്ളത് കൊണ്ടാണ്. ആ ദൃശ്യങ്ങൾ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇവൻ കള്ളം പറയാൻ. ഞാൻ മനസ്സിൽ ഇപ്പോൾ ആലോചിച്ചൊരു കാര്യം അതാണ്. സുജിത്തും ഈ പോരാട്ടത്തിന്റെ ഒരു തുടക്കക്കാരനാണ്. കാര്യം പറഞ്ഞ പോലെ ഇനിയും ഈ വിവരാവകാശം വഴി പല പോലീസ് സ്റ്റേഷനുകളിലും ദൃശ്യങ്ങൾ ഇനി വരാനുണ്ട്, കൊടുക്കേണ്ടി വരും. അതിന്റെ ഒരു തുടക്കം സുജിത്ത് ഇട്ടു എന്നുള്ളതാണ്. ഈ ചേട്ടൻ പറഞ്ഞ പോലെ ഈ ബിന്ദുവിന്റെ കേസിൽ പോലും അതൊരു സ്ട്രോങ് എവിഡൻസ് ആകും. അതൊരു മറച്ചു പിടിക്കുന്നതിനൊക്കെ ഒരു പരിധി വരും പോലീസിന്. അല്ലെങ്കിൽ ഇത്തരം ക്രിമിനലുകളുടെ യഥാർത്ഥ മുഖം സമൂഹത്തിന് മുന്നിൽ തെളിയും. ഇത് പോലീസിൽ കുറെ ക്രിമിനലുകൾ എങ്ങനെയുണ്ട്. അതായത് കാക്കി എന്ന് പറയുന്നത് അത് ശരിയാണ്. പണ്ട് ഈ DGP അലക്സാണ്ടർ ജേക്കബ് സാറ് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു വലിയ ക്രൗഡ്, ആ ക്രൗഡ് വലിയ കുഴപ്പമുണ്ടാക്കുന്നു. ഒരു 10,000 പേരുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ വലിയ കുഴപ്പമുണ്ടാക്കുന്ന സമയത്ത് അവിടെ ജീപ്പിൽ ഒരു 2-3 പോലീസ് ഉദ്യോഗസ്ഥർ വന്നിറങ്ങുന്നു. അവരാ ക്രൗഡിനെ നിയന്ത്രിക്കുന്നു. ക്രൗഡ് ശാന്തമാവുന്നു. അതിൻ്റെ അർത്ഥം അവർ 3 പേരും ഇവിടെ 1000 പേരുമാണ്. അതിൻ്റെ അർത്ഥം ഈ പോലീസുകാരന് അധികാരമുണ്ട്, പവറുണ്ട്. ആ പവർ ഉള്ളത് കൊണ്ടാണ് അവരവിടെ കേൾക്കുന്നത്. കാരണം തൂക്കിയെടുത്തുകൊണ്ട് പോയി ഏതൊക്കെ വകുപ്പിലകത്തിടും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ പോലീസുകാരുടെ ആവശ്യമുള്ളിടത്തെ പവർ ഉപയോഗിക്കാവൂ എന്നുള്ളതാണ്. അതെ, അപ്പോൾ അത് മനസ്സിലാക്കണം. ഇത് പലപ്പോഴും പോലീസ് മനസ്സിലാക്കാതെ പോകുന്നതും ഇത്തരം കാര്യങ്ങളാണ്. ബിന്ദുവിനെ പോലെയുള്ള സ്ത്രീകൾ, അവർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നൊക്കെ ഒരു തോന്നൽ വരുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ബിന്ദുവിന് അനുകൂലമായി പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് DYSP വിദ്യാധരൻ അദ്ദേഹം റിപ്പോർട്ട് എഴുതി. അത് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ, കാരണം അവിടെ സംഭവിച്ചതൊക്കെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് ബിന്ദുവിൻ്റെ പോരാട്ടം പലർക്കും പ്രചോദനമാണ്. പലർക്കും അതുതന്നെയാണ്. നമുക്ക് ബിന്ദുവിനെ അഭിനന്ദിക്കാതെ തരവില്ല. തീർച്ചയായിട്ടും ശരി.